ഹായ്, ഈ രണ്ട് കാർഡിലൂടെ ഇന്ന് ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലോഡ്, അതായത് ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി. നിങ്ങളോട് നല്ല രീതിയിൽ ചാർജ് ആകാൻ പറയുന്നു, നിങ്ങളെ തന്നെ ചാർജ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നുകിൽ മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങളെ ചാർജ് ആക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ നിങ്ങളോട് ഏഞ്ചൽ പറയുകയാണ്, നിങ്ങളൊന്ന് ചാർജ് ആവാൻ, ഒന്ന് പോസിറ്റീവ് ആയിരിക്കാൻ, പോസിറ്റീവ് ആകാനാണ് പറയുന്നത്. അപ്പോൾ ഡൗൺ ആയിരിക്കുന്നവരൊക്കെ ഒന്ന് പോസിറ്റീവ് ആകാം കേട്ടോ. അടുത്ത എന്താന്ന് നോക്കാം. റിലീസ് ദ ഓൾഡ് ആൻഡ് റെസ്റ്റ്. നിങ്ങളിൽ പലരും പഴയ കാലത്ത് നടന്ന കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ കഴിഞ്ഞ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഉള്ള ദേഷ്യം, ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുള്ള ചതിയോ വഞ്ചനയോ ഒരുപാട് രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവാം പലരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് അവരോടൊന്ന് റിവെഞ്ച്, പ്രതികാര മനോഭാവത്തോടെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ വിട്ടുകളയാനാണ് പറഞ്ഞത്. പാസ്റ്റിനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുകളയുക. എന്നിട്ട് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കൂ. അതായത് നിങ്ങൾ ഇത്തരം ചിന്തകളുമായിട്ടിരിക്കുമ്പോൾ വളരെ ടയേർഡാണ്, വളരെ നെഗറ്റീവ് എനർജിയിലാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ പൂർണ്ണമായും വിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആക്കും. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. പാസ്റ്റിനെ പൂർണ്ണമായിട്ട് വിട്ടുകളഞ്ഞ് പ്രസൻറ്റിൽ സന്തോഷമായിട്ടിരിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർഡിൽ നിങ്ങൾക്ക് ഏഞ്ചൽ തരുന്ന മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ.